തറവാട്ടിലെ കുടിച്ചെറിയുടെ മക്കളാണ് കുട്ടി മാക്കും അവരുടെ 12 ആങ്ങളാണ്. ഈ 12 ആങ്ങളാറിൽ അവരെ ഭാര്യമാര് നുണ കേട്ടിട്ട് കാണിച്ചാൽ ഇവരെ മരുമക്കളെയും പെങ്ങളെയും സ്നേഹിക്കുന്നതുകൊണ്ട് അവർക്ക് ഒരു ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഈ മാക്കത്തിന് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കണം എന്നില്ല, മക്കളെ ഒഴിവാക്കണം എന്നില്ല. ആ ധാരണയിൽ അവർ ഏഷന് ഭർത്താക്കന്മാരോട് പറഞ്ഞു. അപ്പോൾ കോട്ടയം ഇവർ നായമ്മ പട നയിക്കാൻ വേണ്ടി നായമ്മരല്ലേ പട നയിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എണ്ണയില്ല വിളക്ക് കത്തിക്കാൻ. അപ്പോൾ മാക്കം ഗുരുസ്ഥാനിയായ പുറത്ത് ആണ്. അപ്പോൾ എണ്ണ കൊണ്ട് അന്നേരം അവർ പറഞ്ഞു വാണിയമ്മനോട് പറഞ്ഞാൽ അവർ എണ്ണെടുത്ത് പറഞ്ഞ് നാട്ടിൽ എണ്ണ കൊണ്ട് തരും. അപ്പോൾ അങ്ങനെ എണ്ണ എടുത്തിട്ട് വാണിയമ്മ വന്നു. അപ്പോൾ വിളിച്ചെടുത്ത് ആരും ഉരിയാടുന്നില്ല. അപ്പോൾ എനിക്ക് അപ്പോൾ തൊട്ടുകൂടാന്ന് പറഞ്ഞു. ആ ഒരു കുട്ടിലത്തെ അതിൻ്റെ ഒരു കീറ്റ് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചേ. അങ്ങനെ ഒരു കാലെടുത്ത് ആത്തും ഒരു കാല് പുറത്തും വെച്ചിട്ട് എണ്ണയാട് വെക്കുന്ന സമയത്ത് നാത്തുമാരിൽ ഒത്തുകൂടിയിട്ട് മാക്കത്തിന് അസഭ്യം പറഞ്ഞ്. അപ്പോൾ മാക്കത്തിൻ്റെ ഭർത്താവ് കുട്ടി നമ്പര പോരാഞ്ഞിട്ടാണോ മാക്കെ നീ വാണിയനമ്പർ പിടിച്ചതെന്ന് പറഞ്ഞിട്ട് ഇവർ അസഭ്യ വർഷം പറഞ്ഞിട്ട് പടം ചെയ്യിച്ചിട്ട് ഭർത്താക്കന്മാരും വരുമ്പോഴേക്ക് ഇവർ വൈക്ക് പോയി തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു ഇങ്ങനെ വാക്ക് ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് അതങ്ങനെ. അപ്പോൾ ആങ്ങളാർക്ക് ദേഷ്യം വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം അവർ പട ജയിച്ച് വരുന്ന സമയത്ത് ഓരോ അശീരം തിരിയോല മുറിഞ്ഞു വീന്ന് പച്ചോ ഓന്ത് മുറിയ ചാടുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്തോ ഇതിൽ അപാകതയുണ്ട്. അവരൊരു ശൗരം പറഞ്ഞു. അങ്ങനെ എവിടെ എത്തിയെടുക്കുന്നത് പണ്ടേ മാക്കം പറഞ്ഞ് ആങ്ങളാരോട് എനിക്ക് കോട്ടയം വിളക്ക് കാണാൻ പോകണമെന്ന്. ആ കോട്ടയം വിളക്ക് കാണാൻ പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ തക്ക ഇതാണ് ഇവരെ എങ്ങനെയും വധിക്കണം എന്നില്ല, ആ ധാരണത്തിലാണ്. അപ്പോൾ ഇളയ കുട്ടിരാമനുണ്ട്, അയാൾ ഭാര്യ പറഞ്ഞു ഇതിങ്ങനെയൊന്നുമല്ല. അപ്പോൾ അവർ കേട്ടന്മാർ പറയുമ്പോൾ അയ്യനെ ഒന്നും പറയാനും പറ്റൂല. അങ്ങനെയുള്ള സ്ഥിതിയിലേക്ക് നീങ്ങി. അപ്പോൾ ഇവർ കോട്ടയം വിളക്ക് കാണാൻ പോകുമ്പോൾ അവിടെ എല്ലാം കിഴിഞ്ഞ് പോകുന്ന പോക്കിൽ പിന്നെ മക്കത്തിൽ ഉടുവസ്ത്രമെല്ലാം അവിടെ നടുവെറ്റത്തിട്ട് കത്തിച്ചിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ തിരിഞ്ഞു വരണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അങ്ങനെ കോട്ടയം വിളക്ക് കാണാൻ പോകുമ്പോൾ പിന്നെ ഈ വീരചാമുണി ക്ഷേത്രം മുതൽ വൈക്കിലെ ക്ഷേത്രങ്ങളെല്ലാം കയറിയിട്ട് ചാലിയൽ പുതിയ വീട്ടിലെത്തുന്നു. ദാഹിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു ആടെ ഒരു വീട്, ആ വീട്ടിൽ പോയിട്ട് വെള്ളം കുടിച്ചെന്ന് പറഞ്ഞു. ആ വീട്ടിൽ പോയി വെള്ളം കുടിച്ച് ചാലിയൽ പുതിയ വീട് അങ്ങനെ വെള്ളം കുടിച്ചിട്ട് ഇവരാരും കാണാൻ മടങ്ങി വന്നു. ഇവർ ആഭരണം കംപ്ലീറ്റ് ആ കിണ്ടിയിൽ പാല് കൊടുത്ത കിണ്ടിയിൽ അവിടെ വെച്ചിട്ട് അവിടെ വെച്ചു. അപ്പോൾ കോട്ടയം വിളക്ക് കാണാനല്ലേ പോകുന്നത്. അച്ചംകര പള്ളീൻ്റെ എത്തും അവിടെ ഒരു കിണറുണ്ട്. അപ്പോൾ മാക്കത്തോട് പറഞ്ഞത് നക്ഷത്രം അപ്പോൾ നക്ഷത്രം ഉരിച്ചിട്ടാന്ന് പറഞ്ഞു കിണറിൽ നോക്കിയിട്ട്. അപ്പോൾ കിണറിൽ നോക്കുന്ന സമയത്ത് മക്കളിനെ തലയർത്തിട്ട് ആ കിണറിലിട്ടു. മക്കളെ ചാടി പിടിച്ചിട്ട് മക്കളെ ഇട്ടു. അത് ഒരു കാറ്റടിയാനുണ്ട് കാട്ടിൽ ഇങ്ങനെ. അയാളെ കണ്ടു. അയാളെയും ചാടി പിടിച്ചിട്ട് അയാളും അടത്തിട്ടു. ആ അടത്ത ആടുന്ന മുതലാണ് ദൈവകോലായി മാറിയ ഏറ്റാണ് ഇവിടെ ഈ സ്ഥാനത്ത് ആരോട് സ്ഥാനത്ത് കഴിഞ്ഞു പോയതുകൊണ്ട് ഇത് സ്ഥിരം ആരോട് സ്ഥാനത്ത് സൃഷ്ടിച്ചിട്ട് ഈ കളിയാട്ടം മുന്നേക്കുന്നത്. ഈട തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല ഭാഗങ്ങളിലും ആള് ഇവിടെ വരുന്നുണ്ട്. ഏറ്റവും സ്ത്രീകളാണ് കൂടുതലായിട്ടും ഈ ദേവീന വന്ദിക്കും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് അവർ കുട്ടികളില്ലാത്തവർക്ക് ഇവിടെ ഇളനീര് കുടിച്ചാൽ വരും കാലങ്ങളിൽ അവർക്ക് കുട്ടികളുണ്ടായ എത്രയോ അനുഭവങ്ങൾ ഇവിടെയുണ്ട്. അവർ വന്നിട്ട് പ്രാർത്ഥന ചെയ്യാറുണ്ട്. ഇതാണ് ഇവിടുത്തെ